ഹലോ, ഇറ്റ്സ് മീ സ്റ്റെപ്പിംഗ് സ്റ്റോൺ സ്റ്റെപ്പിംഗ് ഇൻ വിത്ത് അനദർ റിവ്യൂ. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 3BHK എന്ന് പറഞ്ഞ തമിഴ് മൂവിയാണ്. ഈ മൂവി ആമസോൺ പ്രൈമിൽ തമിഴ് ആൻഡ് തെലുഗു ലാംഗ്വേജസിൽ ഈ മൂവി അവൈലബിൾ ആണ്. സിനിമയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, വാസുദേവനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്തിയും പിന്നെ അവരുടെ 2 മക്കൾ പ്രഭുവും ആർതിയും, അവരുടെ ഒരേ ഒരു അംബീഷൻ, ഒരേ ഒരു ആഗ്രഹം അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളതാണ്. അതും ഒരു 3BHK ഹൗസ്. ആ ഡ്രീമിലേക്ക് അവരെത്തിച്ചേരാൻ അവർക്ക് കുറേയേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. ആ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്? ആ കഷ്ടപ്പാടുകളൊക്കെ അതിജീവിച്ച് അവർക്ക് അവരുടെ സ്വപ്ന ഭവനം സ്വന്തമാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ മൂവി. ഇത് വളരെ ഇമോഷണലി ബ്യൂട്ടിഫുള്ളായ ഒരു മൂവിയാണ്. വാസുദേവൻ്റെ കുടുംബം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഓരോ മിഡിൽ ക്ലാസ് ഫാമിലിയിലും ഉണ്ടാവുന്ന കഷ്ടപ്പാടുകൾ, അവരുടെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള ബുദ്ധിമുട്ടുകൾ, വന്നു ചേരുന്ന പ്രശ്നങ്ങൾ, പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ, അതേപോലെ മിഡിൽ ക്ലാസ് ഫാമിലി അവരുടെ പ്ലാനിങ്ങിലുണ്ടാകുന്ന ചില പാകപ്പിഴകൾ, അതായത് അവരവരുടെ സ്വപ്നം മാത്രമേ അവർ മുന്നിൽ കാണുന്നുള്ളൂ. പക്ഷേ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പല സാഹചര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് വരാം. അതിനെക്കുറിച്ച് ചിലപ്പോൾ അവർ ഒരു തോട്ട് പ്രോസസ്സ് ഇല്ലാതെ ആയിരിക്കും അവർ അംബീഷൻ പ്ലാൻ ചെയ്യുന്നത്. ഇതെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ശരത് കുമാർ, സിദ്ധാർത്ഥ്, ദേവയാനി, മീത രഘുനാഥ്, ചൈത്ര, ഇവരുടെ എല്ലാവരുടെ അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇവരെല്ലാവരും ആ ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ്. നമുക്കൊരിക്കലും ശരത് കുമാറിനെയോ സിദ്ധാർത്ഥിനെയോ കാണാൻ പറ്റത്തില്ല ഈ മൂവിയിൽ. നമുക്ക് കാണാൻ പറ്റുന്നത് വാസുദേവനെയും പ്രഭുവിനെയും ഒക്കെയാണ്. വളരെ നന്നായിട്ട്, വളരെ മനോഹരമായിട്ട് അവരുടെ അഭിനയം ഈ മൂവിയെ ഒന്നുകൂടെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമുക്കെല്ലാവർക്കും വാസുദേവൻ്റെ കുടുംബവുമായിട്ടും അവരുടെ സങ്കടങ്ങളുമായിട്ട് ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് വരും. സിദ്ധാർത്ഥ് എന്ന അഭിനേതാവിൻ്റെ ഫ്ലെക്സിബിലിറ്റി വളരെ വിസിബിളാണ് ഈ മൂവിയിൽ. 46 വയസ്സുള്ള സിദ്ധാർത്ഥ് എങ്ങനെ ഒരു 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് അഭിനയിക്കുന്നത്? ഇവർക്ക് ബ്ലെസ്ഡ് ആയിട്ട് തന്നെ ഈ ഭൂമിയിൽ വന്ന കലാകാരനാണെന്ന് തോന്നും. അവർക്ക് ഒരു താടിയും മീശയും വടിച്ചാൽ മതി. വളരെ വളരെ അപ്പീലിംഗ് ആണ്. സിദ്ധാർത്ഥിനെ കാണുമ്പം നമുക്ക് +2 പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് തന്നെ തോന്നത്തുള്ളൂ. 46 വയസ്സുണ്ടെന്ന് ഒരിക്കലും തോന്നത്തില്ല. അതേപോലെ തന്നെയാണ് 70-71 വയസ്സുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ശരത് കുമാറിന്. എനിക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ പ്രായം എന്താണേലും ഏകദേശം ഒരു 65-ന് മുകളിലായിരിക്കണം. അങ്ങനെയുള്ള ഒരു മനുഷ്യനും ഒരു 35-40 വയസ്സുള്ള ഒരാളായിട്ട് അഭിനയിക്കുന്നതും, അതായത് ഈ +2-നും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പിള്ളേരുടെ അപ്പനായിട്ട് അഭിനയിക്കുന്നതും വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെയാണ് ദേവയാനിയുടെ ക്യാരക്ടറും. ഇവരെല്ലാവരും നല്ല അഭിനേതാക്കളാണ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കുറേ കാലം കൂടിയാണ് ശരത് കുമാറിൻ്റെയൊക്കെ നല്ലൊരു മൂവി ഞാൻ കാണുന്നത്. സൂര്യവംശത്തിൽ ശരത് കുമാറും ദേവയാനിയും ഒരു കോംബോ ആയിരുന്നു. അതിനുശേഷം പല മൂവികളിലും അവർ അഭിനയിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ കാണുന്നത് ഈ മൂവിയാണ്. സിദ്ധാർത്ഥിനെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നടനാണ് ധനുഷും ഇതുപോലെ താടിയും മീശയൊക്കെ ഒന്ന് എടുത്ത് വന്നാലും കൊച്ചു പയ്യനാന്നേ തോന്നത്തുള്ളൂ. സിനിമയിൽ ഒരു വ്യക്തിയുടെ പല സ്റ്റേജസ് ഓഫ് ലൈഫ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു കൊച്ച് കോളേജിലാവുന്നു, അതിനുശേഷം ജോലിക്ക് പോകുന്നു, അങ്ങനെ പല രീതിയിൽ സ്റ്റേജസ് കാണിക്കുമ്പോഴും അതിലും അവരുടെ മേക്ക് ഓവർ വളരെ വളരെ പ്ലീസിങ് ആണ്. ഒരു 18 വയസ്സായ ഒരു വിദ്യാർത്ഥിയായിട്ട് അഭിനയിക്കുമ്പോഴും ഇനി ഒരു 40 വയസ്സായ പുരുഷനാവുമ്പോഴും ഉണ്ടാകുന്ന മാറ്റം ആ ഡ്രാസ്റ്റിക്കാണ്. അത് ചെയ്തിരിക്കുന്നത് ഈ ഒരു നടനാണ് സിദ്ധാർത്ഥ്. ഈ സിനിമ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഞാനൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താണ് MNCയിൽ ജോയിൻ ചെയ്തത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സീനൊക്കെ കാണിച്ചിരിക്കുന്നത്. അതിനകത്തൊരു സീനുണ്ട്, എനിക്കത് പറയുന്നില്ല, പക്ഷേ ഞാൻ പഠിച്ചത് CMS കോളേജിലാണ്. അവിടെ ഒരു ഗ്രേറ്റ് ഹാളുണ്ട്. CMS കോളേജിൽ പഠിച്ച സ്റ്റുഡൻസിന് അത് ഓർമ്മയുണ്ടാവും. അവിടെ ആയിരുന്നു ഇൻഫോസിസിൻ്റെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടന്നത്. അതേപോലെ തന്നെ ഇതിനകത്തൊരു സീനുണ്ട്. അവിടെ ഗ്രേറ്റ് ഹാളിൽ ആ സ്റ്റേജിലാണ് നമ്മുടെ ഫൈനൽ ഇൻ്റർവ്യൂ, അതായത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു സീൻ ഇതിനകത്തുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് കണക്റ്റായി. ഇതൊക്കെ പല ലെയേഴ്സാണ്. ഈ മൂവി പല ലെയേഴ്സാണ്. എല്ലാം ഒരു കംപ്ലീറ്റ്ലി ഫാമിലി ഓറിയൻറ്റഡ് ആണ്. എസ്പെഷ്യലി മിഡിൽ ക്ലാസ്സിനായിരിക്കാം ഇത് കണക്ട് ചെയ്യുന്നത്. ലെയേഴ്സ് എന്ന് പറയുമ്പം ഒരു വ്യക്തിയുടെ പല സ്റ്റേജസ് ഓഫ് ലൈഫ്, അതേപോലെ തന്നെ സ്റ്റേജസ് ഓഫ് ലൈഫ് മാറുമ്പം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് കഷ്ടപ്പാടുകളായിരിക്കാം, സന്തോഷമായിരിക്കാം. ഇത് എല്ലാം എങ്ങനെ അഭിമുഖീകരിച്ച് അവരുടെ സ്വപ്നം അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ മൂവി. ഇൻറ്റൻസ് ആയിട്ട് മൂവിയെ ഇഷ്ടപ്പെടുന്നവർക്കും ഓരോ മൂവി കാണുമ്പോഴും അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇൻറ്റൻസ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത് കാണുന്നവർക്കും ഇതിനകത്തെ ഡയലോഗ്സൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റിയാലിറ്റിയെ ടച്ച് ചെയ്യുന്ന പല ഡയലോഗ്സും ഉണ്ട്. തമിഴ് അറിയാമെങ്കിൽ തമിഴ് ലാംഗ്വേജിൽ തന്നെ കാണുന്നതാണ് ആ മൂവിയുടെ ബ്യൂട്ടി. എന്നാലാണ് നമുക്ക് ആ എക്സാക്റ്റ് ആയിട്ട് ആ ബ്യൂട്ടി നമുക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. ആമസോൺ പ്രൈമിൽ തമിഴിലും തെലുങ്കിലേ ഉള്ളൂ, മലയാളത്തിൽ ഈ മൂവി അവൈലബിൾ അല്ല. തമിഴ് അറിയാവുന്ന എല്ലാവരും അല്ല, തമിഴിൽ കണ്ട് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മൂവി കാണാം. ഈ സിനിമയിലെ സോങ്സ് മനസ്സിനും കാതിനും ഒക്കെ വളരെ കുളിർമയും നല്ലൊരു ഫീൽ ഉണർത്തുന്ന ഗാനങ്ങളാണുള്ളത്. അതിലെ വരികളായിക്കോട്ടെ,
പക്ഷേ വരികൾക്ക് സോൾ കൊടുത്തിരിക്കുന്നത് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്ന വ്യക്തി തന്നെയാണ്. ഈ മൂവിയിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് അമൃത് രാംനാഥാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയുടെ സോങ്സ് കമ്പോസ് ചെയ്തതും അദ്ദേഹമായിരുന്നു. 3BHK എന്ന് പറയുന്ന മൂവി ഇദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവിയാണ്, തമിഴ് ഡെബ്യൂ മൂവിയാണ്. അതിമനോഹരമായിട്ട് തന്നെ അദ്ദേഹം ഇതിലെ പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ഘടകം ഈ സിനിമയിലെ പാട്ടുകൾ കൂടെയാണ്. ഈ മൂവിയുടെ ഡയറക്ടറായ ശ്രീ ഗണേഷ് പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ മൂവി ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രേക്ഷകരുടെ പൾസ്, എസ്പെഷ്യലി മിഡിൽ ക്ലാസിൻ്റെ പൾസ് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ മൂവി ഒരു ഷോർട്ട് സ്റ്റോറിയെ ബേസ്ഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതായത് അരവിന്ദ് സച്ചിദാനന്ദം എടുത്ത ഒരു ഷോർട്ട് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് 3BHK. അരവിന്ദ് സച്ചിദാനന്ദവും ശ്രീ ഗണേഷും തുല്യ അഭിനന്ദനം അർഹിക്കുന്നു. സിനിമ നറേറ്റ് ചെയ്യുന്നത് കാർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് ഓവർ മാത്രമേ ഉള്ളൂ. പല സ്റ്റേജസിൽ നമുക്ക് കാർത്തിയുടെ വോയിസ് ഓവർ കേൾക്കാം. അതും വളരെ മനോഹരമാണ്. എൻ്റെ ഫൈനൽ വേർഡിക്റ്റ്, ഈ മൂവി ഒരു ഇമോഷണലി പവർഫുൾ മൂവിയാണ്. ഒരു ഹാർട്ട് വാമിംഗ് ഫാമിലി സ്റ്റോറിയാണ്. വേറൊരു മൂവിയുടെ റിവ്യൂവുമായിട്ട് ഞാൻ നെക്സ്റ്റ് വരുന്നതായിരിക്കും. Until then, it's me, Stepping Stone, stepping out. Goodbye.